ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇനി വരാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഗോമതിയാണെന്നുണ്ടെങ്കിൽ ദേവിനെ വളരെയധികം ശപിക്കുന്നുണ്ട്. നീ ഒരിക്കലും ഗുണം പിടിക്കലടി, നീ മാത്രമല്ല നിന്റെ കുടുംബക്കാരും ആരും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എന്റെ മകൻ ഒരു പാവമായത് കൊണ്ടിരടി നീയും നിന്റെ കുടുംബക്കാരും ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ച് നാണം കെടുത്തത്, ഞങ്ങളെ മണ്ടന്മാരാക്കിയത്. നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ പറഞ്ഞാൽ മതി. എടി ദേവി, നീ ഭയങ്കര സാധനം, നിന്നെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചത്, ഇനി എന്റെ ജന്മത്തിൽ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. നീ കാരണം എന്റെ പാവം ധർമ്മൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ പോലും നീ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ. അയ്യോ അമ്മ, എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്ന് ദേവി പറഞ്ഞു. ചീ നിർത്തരി, ഇനി നീ പറയണത് ഒന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ഗോമതിയുടെ മനസ്സിൽ ഫുള്ളും ദേവിയുടെ മുമ്പ് കാണിച്ച സ്നേഹവും പരിഗണനയും ദേവി തനിക്ക് തന്ന സ്നേഹവും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമതി. മീനാക്ഷിയും അങ്ങനെ തന്നെ കേട്ടോ. ദേവി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മീനു ഭക്ഷണം വാരി കൊടുത്തതും അതുപോലെ തന്നെ ദേവിയുടെ എല്ലാ വിഷമത്തിനും മീനാക്ഷി കൂടെ നിന്നിട്ടുണ്ട്. മീനാക്ഷിക്ക് എന്ത് ബുദ്ധിമുട്ടെന്നാലും അപ്പോഴും ദേവി കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിച്ച് മീനാക്ഷിയും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലനാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വരണം, ഇവിടെ ഒരു വിശേഷമുണ്ടെന്ന് വിളിച്ച് ഉദയബാലനെ പറയാണ്. ശരി ബാലൻ, എനിക്ക് നാളെ ഹൈദരാബാദ് ഒരു മീറ്റിംഗ് ഉണ്ട്, 2 കോടി രൂപയുടെ ഒരു മീറ്റിംഗ് ആണ്. അത് ഞാൻ ക്യാൻസൽ ആക്കിയിട്ട് ബാലൻ പറഞ്ഞ പരിപാടിക്ക് വരുവാണ്. എനിക്ക് മീറ്റിങ്ങിനേക്കാളും കോടികളെക്കാളും വലുതും ബാലനാണ്, മനസ്സിലായോ? ഞാൻ നാളെ രാവിലെ തന്നെ വരാം എന്ന് ഉദയബാനു പറയാണ്. ബാലൻ മനസ്സ് വെക്കണം, നാളെ അയാൾ വരട്ടെ, അയാൾക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു കണ്ണ് തുറക്കുമ്പോ തന്നെ ഉദയഭാനുവും ഭാര്യയും കൂടി രാവിലെ അങ്ങ് വരുവാണ്. ബെല്ലടിക്കുമ്പോ തന്നെ ബാലിന് മനസ്സിലായി ഉദയഭാനുവാണ് വരുന്നതെന്ന്. അപ്പൊ എല്ലാവർക്കും പറയണ്ട്, ഞാൻ പറയുന്നവരെ നിങ്ങൾ ആരും ശബ്ദിക്കരുത്. ഞാൻ കൊണ്ടുവന്ന ആലോചന, ഞാൻ കാരണമാണ് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടവർ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് കാരണം ഞാനാണ്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി എല്ലാവർക്കും പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ ഉദയഭാനും ശ്രീകലയും കൂടി രാവിലെ തന്നെ വീട്ടിലേക്ക് വേണം. ബാലൻ വാതിലൊക്കെ ഹലോ ബാലൻ, എന്താ ഇവിടെ വിശേഷം ഏതാതും പറയാത്തോണ്ട് ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പറ്റില്ല ബാലൻ. ഞാൻ പറഞ്ഞില്ല 2 കോടി രൂപയുടെ ബിസിനസ്സാണ് ഞാൻ നിർത്തി വെച്ചിട്ട് ഇവിടേക്ക് വന്നത്. അല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? അല്ല മോളെവിടെ, എന്റെ മോളെവിടെ, ദേവി എവിടെ? അല്ല ഗോമതി ചേച്ചിയുടെ മുഖത്ത് എന്താ വല്ലാത്തൊരു വിഷമം പോലെ, എന്തോ ക്ഷീണം പോലെ, എന്താ സുഖമില്ലേ? നല്ല സുഖമാണ് എന്ന് പറയണം. എന്തോ ഒരു വിഷമം പോലെ, എല്ലാരും എന്താ ആകെ വിഷമിച്ചിരിക്കണത്, എന്ത് പറ്റി ബാല? എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണോ? പ്രശ്നമാണെങ്കിൽ പറ, ഞാൻ തരാം പൈസ. ഈ ഉദയഭാനിക്ക് പൈസ ഒരു പ്രശ്നമേ അല്ല, ലക്ഷങ്ങൾ വേണോ കോടികൾ വേണോ ഉദയഭാനി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പ് വിളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. പറയട്ടികളെ എവിടെയും വരെ പറയോട്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ട് നമ്മുടെ ആനന്ദിന്റെ ക്ഷമ നശിച്ചു പോവാട്ടോ. എല്ലാവരും ഈ വീമ്പ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, എവിടെയും വരെ ഈ വീമ്പ് ഇളക്കി പോകുന്നുണ്ടെന്ന് അറിയാനായിട്ട്. പക്ഷെ അവസാനം സഹി കെട്ട് നമ്മുടെ ആനന്ദ് അവിടെ നിന്ന് ചാടി എഴുന്നേക്കാനിട്ട് പറഞ്ഞു, താൻ വായടച്ചോളം മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ തലക്ക് ഈ ഫ്ലവർ വേസ് വെച്ച് ഞാൻ അടിക്കും. അയ്യോ മോനെ, മരുമോനെ, വേണ്ട മോനെ, എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ, ബാല എന്താ മോനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൻ എങ്ങനെ പെരുമാറിയതില് വളരെ കുറവായിട്ടാ എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ചൂലുണ്ടല്ലോ, ബാത്റൂമിൽ കഴുകുന്ന ചൂല്, അത് വെച്ച് നിങ്ങൾ രണ്ടുപേരും അടിച്ചു പുറത്താക്കാണ് വേണ്ടത്. മിസ്റ്റർ ബാലനിത് എന്താ പറഞ്ഞു വരുന്നത്? ഞാനെന്താ പറയണത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ മകൾ ദേവീന ഇവിടെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. സത്യം പറയണോ, താൻ എവിടെയാ താൻ ബിസിനസ് നടത്തുന്നത്? താൻ എന്ത് ബിസിനസ്സാ താൻ നടത്തുന്നത്? മനസ്സിലായടോ? തനിക്ക് പൈസ എന്ന് വിചാരിച്ചിട്ട് തന്റെ മക്കളെ ഒരു പൈസക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതികൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നല്ലൊരു ജോലിയും അതുപോലെ നല്ല സ്വഭാവമുള്ള പയ്യന്മാരെ വേണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് മര്യാദയും കുറച്ച് അന്തസ്സും കാണിക്കണം. നോണ പറയാതിരുന്നൂടെ? നിങ്ങൾക്ക് പണമോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന്. ദേവിമോൾ ഇഷ്ടപ്പെട്ട ഞങ്ങൾ അവളെ വിവാഹം കഴിപ്പിച്ച് ആനന്ദിനെ കൊടുക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞു. ആ കള്ളത്തിന് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഇത് ഈ ബാലന്റെ വാക്കാണ്. എന്റെ മോന്റെ ജീവിതമാണ് ഞാൻ തകർത്തത്. ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് അവൻ ദേവിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഉദയഭാനു ആണല്ല, നിങ്ങൾ വെറും ഒരു ചതിയനാണ്. നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് അത് വിഗ്ഗല്ലേടോ? തന്നെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ദേവിമോളെ വിചാരിച്ച് ഞാൻ ആ സംശയങ്ങളൊക്കെ മനസ്സിലടക്കിയിരിക്കുകയായിരുന്നു. എല്ലാം എന്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. പിന്നെ ഞാനിപ്പോ നിങ്ങളെ വിളിപ്പിച്ചത് വേറെ ഒന്നിനുമല്ല, ഞങ്ങൾ വഴക്കിനോ ഒന്നിനും വരുന്നില്ല. നിങ്ങളുടെ മകൾ അകത്തുണ്ട്, വിളിച്ചോണ്ട് പോയിക്കോ എന്ന് പറയണം. ശ്രീകല പറഞ്ഞ, അത് കൊള്ളാലോ, അതെങ്ങനെ ശരിയാവും? ഞങ്ങളുടെ മകളെ ഇവിടെ കെട്ടിച്ചു കൊണ്ടുവന്നതാണ് ഈ നിൽക്കുന്ന ആനന്ദ്. പിന്നെ ഞങ്ങൾ ഇതിനെ മോളെ വിളിച്ചോണ്ട് പോണത്, അതിനവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ് ഗോമതി. അതുകൊണ്ട് നിങ്ങളുടെ മകളെ വിളിച്ചോണ്ടിരുന്ന് പോയിക്കോ. ഇനി ഇവിടെ ഇങ്ങനത്തെ ഒരു മരുമകൾ ഞങ്ങൾക്കില്ല. മര്യാദക്ക് അവളെ വിളിച്ചോണ്ട് പോയിക്കോ എന്ന് ഗോമതി പറയാണ്.
ശ്രീകല സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ദേവിമോളെ വിളിച്ചുകൊണ്ട് പോവില്ല. നോക്ക്, ഞങ്ങൾ കോടതി കയറും. ആഹാ, എന്താ കോടതി കയറി കാണാലോ, നിങ്ങൾ കാണിച്ച കള്ളത്തരും ചതിയും കോടതിക്ക് മുമ്പിൽ ഞങ്ങൾ ഹാജരാക്കും. ആനന്ദ് പറയണ്ട്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഗോമതി സ്റ്റോഴ്സിന് പണം അടിച്ചു മാറ്റില്ലേ, അതിന്റെ വീഡിയോ റെക്കോർഡ് വരെ എന്റെ കയ്യിലുണ്ട്. അത് കോടതിയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ആരായിരിക്കും അകത്ത് കിടക്കണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കള്ളം കാണിച്ച് ചതിച്ച് നിങ്ങളാണ് എന്നെയായിട്ടുള്ള വിവാഹത്തിന് നിങ്ങളുടെ മകളെ നിർബന്ധിച്ചത്. അതിന് നിങ്ങൾ രണ്ടുപേരും പുറത്തു പോകേണ്ടി വരും. പിന്നെ മകൾക്ക് ഇട്ടെടുത്ത സ്വർണ്ണം ഉണ്ടല്ലോ, അതൊക്കെ വെറും പൂശല്ലേ. അങ്ങനെ പറഞ്ഞ് എന്തൊക്കെ രീതിയിൽ ഞങ്ങളെ ചതിച്ചതും നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് പോലും തിരുത്താൻ വേണ്ടി നോക്കി. ഇതിനെല്ലാത്തിനും കോടതിയിൽ നിങ്ങൾ സമാധാനം പറഞ്ഞു, സാക്ഷികളെയൊക്കെ ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറയണം. പിന്നീട് അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. ദേവീന്റെ അടുത്ത് ഗോമതി പറഞ്ഞതേ, നിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, ഇറങ്ങി പോടി വിടുന്ന്. അമ്മേ പ്ലീസ് അമ്മേ, എന്നെ പറഞ്ഞു വിടല്ലേ അമ്മേ. ഹാ ഇല്ലടി, നിന്നെ ഞാനിവിടെ വാഴിക്കാം, ഇറങ്ങി പോടി എന്ന് പറയുമ്പോഴേക്കും ദേവി വേണ്ടമ്മേ വേണ്ട, പ്ലീസ് അമ്മേ, ഞാൻ കാല് പിടിക്കാമേ എന്നൊക്കെ പറയുമ്പോൾ ഗോമതി ദേവിയുടെ മുടിക്ക് പിടിച്ച് വലിച്ച് നേരെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം ഉദയഭാനു ശ്രീകല അപ്പൊ തന്നെ പുറത്തേക്ക് ആവുന്നുണ്ട്. ദേവിനെ പുറത്ത് നിർത്താൻ ശേഷം വാതിൽ ഓക്കെയാണ്. ദേവി കുറെ നേരം കരയുന്നുണ്ട് കേട്ടോ. അമ്മ പ്ലീസ് അമ്മേ, അപ്പൊ വാതിൽ തുറക്കമ്മേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗോമതി വാതിൽ തുറക്കുന്നില്ല. എന്നിട്ട് പണ്ട് ഈ വീട്ടിൽ നിന്ന് ആരും ജോലിക്കും പോകണ്ട, പുറത്തും പോകണ്ട, എല്ലാവരും ഇവിടെ തന്നെ നിന്നോ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ദേവി കരഞ്ഞു അവിടെ ഇരിക്കാട്ടോ. ശ്രീകല പറയണ്ട്, മതി മോളെ, ഇനി അവളുടെ മനസ്സ് മാറാൻ പോകണമെന്നില്ല, നീ വാ നമുക്ക് പോകാം. എവിടേക്ക് പോകാന്ന്, നിങ്ങളാണ് എന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത്. എന്റെ ആനന്ദേട്ടൻ എന്നെ വെറുത്തു, ഈ വീട്ടുകാരെല്ലാവരും എന്നെ എന്തുമാത്രം സ്നേഹിച്ചാണ്, അവരെല്ലാം എന്നെ വെറുത്തു, എന്നെ ശപിച്ചു. ഇനി എനിക്ക് നിങ്ങളെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും ആരും വേണ്ട. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ശരി, ഞാൻ അവിടേക്ക് വരില്ല. ഇങ്ങനത്തെ ഒരു അച്ഛനും അമ്മ എനിക്ക് വേണ്ട എന്ന് ദേവി ഉറപ്പിച്ചു പറയാണ്. അങ്ങനെ കുറെ നേരം നമ്മുടെ ശ്രീകലയും ഉദയഭാനും അവരുടെ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ദേവി മാത്രം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാട്ടോ. ഇതെല്ലാം തന്നെ നമ്മുടെ അപ്പുറത്തെ ഉള്ള കൃഷ്ണമംഗലംകാരി കാണുന്നുണ്ട്. ഇതൊരു അവസരമായിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട് അച്യുതനും രാജശ്രീയും കൂടി ചേർന്നിട്ട്. വേറൊന്നുമല്ല, ദേവിനെ പതുക്കെ നൈസായിട്ട് വിളിച്ച് ഒരു സ്നേഹം നടിച്ച് അവൾ അങ്ങോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ബാലിനെതിരെ തിരിക്കാനുള്ള ഒരു ആയുധം ആയില്ലേ. അപ്പൊ ആ രീതിയിൽ അങ്ങനെ പെരുമാറി ശ്രമിക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി. പക്ഷെ ദേവിക്ക് അറിയാം അവര് വെറുതെ കപട സ്നേഹമാണ് കാണിക്കണേന്നൊക്കെ. അതുകൊണ്ട് ദേവി എവിടെയും പോകുന്നില്ല, തനിക്ക് ചാവേണ്ടി വന്നാൽ ഇവിടെ കിടന്ന് ചാവോന്ന് ദേവി തീരുമാനിക്കണം. അന്ന് ഭയങ്കര ഇടിയും മഴയും മിന്നലൊക്കെ ആട്ടോ. ദേവി പുറത്ത് തന്നെ നിൽക്കുകയാണ് മഴയെല്ലാം കൊണ്ട്. ഇതെല്ലാം തന്നെ മീനാക്ഷി ജനലരികെ കൂടി കാണുന്നുണ്ട്. അമ്മേ, ദേവിയെടുത്ത് പുറത്ത് തന്നെ നിൽക്കാണമേ, അമ്മ ഇത് കുറച്ച് കഷ്ടം കേട്ടോ, ദേവിയെടുത്തിന് അകത്ത് കേറ്റമ്മേ, ദേവിയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി, അത് ക്ഷമിക്കമ്മേ. അമ്മമാരല്ലേ മക്കളോട് ക്ഷമിക്കേണ്ടത്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമാണ് മീനു ഉണ്ടായത്. പറ, ഒരു തെറ്റാണോ ഉണ്ടായത്? അവളുടെ ഭാഗത്തുനിന്ന് തെറ്റുകളേ ഉണ്ടായിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു ശരി ഉണ്ടായിട്ടുണ്ടോ? ഒരൊറ്റ ശരി. മിത്ര പറയണ്ട്, എന്തൊക്കെ പറയാല അപ്പച്ചി, ദേവിയെടുത്തിന് നമ്മളത് കാണിച്ച സ്നേഹം അത് കപട സ്നേഹമല്ല, യഥാർത്ഥ സ്നേഹമാണ്. അതെങ്കിലും പരിഗണിച്ച് ദേവിയെടുത്തിന് അകത്ത് കയറ്റും. ഇല്ല, അവൾ അവിടെ കിടന്ന് ചത്താൽ ഞാൻ അകത്ത് കയറ്റില്ല എന്ന് പറയണം. അങ്ങനെ ദേവിയുടെ അവസ്ഥ ഭയങ്കര ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ദേവിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, അത് ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.